നമുക്ക് വേണ്ടി പാപയാഗമാകാൻ, പ്രായശ്ചിത്തയാഗമാകാൻ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തിട്ട് അവിടെയാണ് ദൈവസ്നേഹം വായിച്ചെടുക്കേണ്ടത്, അവിടെയാണ് ദൈവകൃപ വായിച്ചെടുക്കേണ്ടത്. ക്രിസ്ത്യാനി സൗകര്യപൂർവം മറന്നുപോയ ചിന്തകളിൽ ഒന്നാണ് ഈ കാലഘട്ടത്തിൽ എന്റെ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ചങ്കുപൊട്ടി പറയാൻ വിശ്വാസികളില്ല. എന്റെ കർത്താവേ എനിക്ക് അത് വേണം, ഇത് വേണം, ആ സൗകര്യം വേണം, ഈ സൗകര്യം വേണം, അങ്ങനെ എന്നെ മനോഹരമായി നടത്തണമെന്ന്, നടത്തിയതിന് സ്തോത്രമെന്ന് ദൈവത്തോട് പറയാനല്ലാതെ ക്രൂശിലെ പുത്രന്റെ യാഗത്താൽ എന്നെ വീണ്ടെടുത്ത് സ്വന്തമാക്കി സ്വർഗത്തിന് അവകാശിയാക്കിയ ദൈവമേ നിനക്ക് ആരാധനയെന്ന് ദൈവത്തോട് സ്നേഹത്തോടെ പറയാൻ എന്തേ അധരങ്ങൾ തുറക്കുന്നില്ല? എന്തേ ഹൃദയങ്ങൾ കവിയുന്നില്ല? നമ്മുടെ ആരാധനയുടെ മാനം എന്താണ് പ്രിയപ്പെട്ടവരെ? ക്രിസ്തുവിൽ സാധിപ്പിച്ചു തന്ന രക്ഷ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തുവിൽ വാസ്തവമായും വിശ്വസിക്കുന്നവർ പാപം സംബന്ധിച്ച് മരിച്ചവരാകുന്നു. അങ്ങനെയാകണം. അങ്ങനെ ആകാത്തവർ ക്രിസ്തുവിൽ വാസ്തവമായും വിശ്വസിക്കുന്നില്ല. ഇല്ല, ഇല്ല, ക്ഷമിക്കണം. ദൈവവചനത്തിൽ കോംപ്രമൈസുകളില്ല. ഞാനും ഒരു വിശ്വാസിയാണ് എന്ന് ഉറക്കെ പറയാൻ ആർജവം കാണിക്കുമ്പോ ക്രിസ്തുവിൽ സത്യമായും വിശ്വസിക്കുന്നവർ പാപം സംബന്ധിച്ച് മരിച്ചവരാകണം. പാപത്തിൽ മരിച്ചവരല്ല, പാപം സംബന്ധിച്ച് മരിച്ചവർ, പാപവുമായി ബന്ധം പിരിഞ്ഞവർ. ഹല്ലേലൂയ. നാം സത്യമായിട്ടും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പാപവുമായി നമുക്കൊരു ബന്ധവും ഉണ്ടാകില്ല. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ സ്വന്തം മനസാക്ഷിയെ നന്നായി പരിശോധിക്കണം. രഹസ്യമായി കൊണ്ടു നടക്കുന്ന പാപങ്ങൾ ലോകരറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന അനേകരും നീതിമാന്മാരാണ്, വിശുദ്ധന്മാരാണ്. എന്നാൽ ഉള്ളം വായിച്ചെടുക്കുന്ന ദൈവത്തിന്റെ കണ്ണിൽ നീ ആരാണ്, ഞാൻ ആരാണ്? അതാണ് വിഷയം. ക്രിസ്തു സ്വർഗത്തിൽ കയറി പിതാവാൻ ദൈവത്തിന്റെ വലഭാഗത്ത് തന്റെ മഹത്വത്തിൽ ഇരിക്കുന്നു. അവിടെയാണ് എന്റെയും ഇരിപ്പ്, അവിടെ എന്നെ കൂടെ ഇരുത്തി എന്നാണ് മുൻപ് കേട്ടത്. അങ്ങനെയാണ് വചനം പഠിപ്പിച്ചത്. അതാണ് പൗലോസ്ലീഹ പഠിപ്പിച്ചത്. ജഡശരീരത്തിൽ വസിച്ച് ഭൗമലോകത്തിരിക്കുമ്പോഴും എന്റെയും നിങ്ങളുടെയും ആത്മീക ജീവൻ, മാമോദീസയേറ്റ വിശ്വാസിയുടെ ആത്മീക ജീവൻ, പാപത്തെ പിരിഞ്ഞ ദൈവമക്കളുടെ ആത്മീക ജീവൻ, ദൈവത്വം പ്രാപിച്ച ദൈവമക്കളുടെ ആത്മീക ജീവൻ, ദൈവപുത്രത്വത്തിന്റെ അവകാശം പ്രാപിച്ച ദൈവമക്കളുടെ ആത്മീക ജീവൻ ക്രിസ്തുവിനോടുകൂടെ പിതാവാൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. കൃപ. ഇതുവരെ നാം ഈ കൃപയുടെ ആഴവും അർത്ഥവും ഒന്നും അറിഞ്ഞിട്ടില്ല.